നമസ്കാരം. ജ്യോതിഷത്തിനാണ്. നമ്മൾ ഈ ഹിന്ദു കലണ്ടർ പ്രകാരം ഭദ്രപദത്തിലെ കൃഷ്ണപക്ഷം അതിനൊരു പ്രാധാന്യമുണ്ട്. അത് 16 ദിവസങ്ങളാണ്. അത് ആ സമയത്ത് നമ്മൾ മംഗളകരമായ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിവാഹം, അതുപോലെ നമ്മളൊരു വീട് പണിത് അതിൻ്റെ ഗൃഹാരംഭം, ഗൃഹപ്രവേശം, അങ്ങനെയുള്ളത് ഒക്കെ ഒന്നും നമുക്ക് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു 16 ദിവസങ്ങളാണ്. അത് നമുക്ക് എന്താണ് പറയുക, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്ന, നമ്മൾക്ക് വേണ്ടി ജീവിച്ച അവരെ ഭൂമിയിലേക്ക് വന്ന് നമ്മളെയൊക്കെ അനുഗ്രഹം തരുന്ന ഒരു കുറച്ച് ദിവസങ്ങൾ അതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും സെപ്റ്റംബർ 7-ാം തീയതി തുടങ്ങി സെപ്റ്റംബർ 21-ാം തീയതി വരെയുള്ള കാലഘട്ടമാണ്. ആ 16 ദിവസങ്ങളാണ് ഭൂമിയിലേക്ക് മരിച്ചുപോയ പിതൃക്കൾക്ക് വരികയും അവരുടെ അനുഗ്രഹ ആശിസ്സുകൾ കിട്ടുവാൻ വേണ്ടി അവർക്ക് ശ്രാദ്ധം, തർപ്പണം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അവരുടെ അനുഗ്രഹാശിസ്സുകൾ നേടാൻ പറ്റിയ അതിനുള്ള പുണ്യകാലം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ സമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തർപ്പണം ചെയ്യണം, പിതൃതർപ്പണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പിണ്ടം, അന്നദാനം ചെയ്യുക. അവരുടെ മരിച്ചുപോയ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പേരിൽ അന്നദാനം ചെയ്യുക. അതുപോലെ ഗോദാനം ചെയ്യുക. കാക്കയ്ക്കും പക്ഷികൾക്കും ഒക്കെ നമ്മൾ അന്നം കൊടുക്കുക. അവരെ അശരണരായവർക്ക് വേണ്ടി നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പേരിൽ അവരെ അനുസ്മരണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കുറേ സേവന പരിപാടികളൊക്കെ ചെയ്യുക, സേവനങ്ങൾ അനുഷ്ഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കുടുംബത്ത് ഈ പിതൃശാപം അല്ലെങ്കിൽ പിതൃക്കൾക്ക് ഉണ്ടാകുന്ന താപം കൊണ്ട് മൂലമുണ്ടാകുന്ന നമ്മുടെ കുടുംബത്ത് കുറേയേറെ പ്രശ്നങ്ങളുണ്ടാകും. സന്താന വിഷയങ്ങളിലുണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് ഒരു സ്വൈര്യത, ഹാർമണി ഇല്ലാതെ വരാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പ്രോസ്പെരിറ്റി, പല കാര്യങ്ങളും. നമുക്ക് ധനം ഉണ്ടാകും, പലതും ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ഒരു നിറവുണ്ടാവാതെ പോകും. അപ്പോൾ ആ ഒരു ഐശ്വര്യം ഉണ്ടാകാതെ വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പിതൃക്കളെ അനുസ്മരിക്കേണ്ട, അവർക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് ഈ ഭദ്രപദത്തിലെ കൃഷ്ണപക്ഷം. അപ്പോൾ അത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ സെപ്റ്റംബർ 7-ാം തീയതി തുടങ്ങി. അപ്പോൾ പൂർണിമ ശ്രാദ്ധം തുടങ്ങുവാണെന്ന്. എന്നിട്ട് സർവപിതൃ ശ്രാദ്ധം വരുന്നതാണ് സെപ്റ്റംബർ 21-ാം തീയതി. അപ്പോൾ ഈ കാലയളവിൽ നമുക്ക് ആ തിഥി അനുസരിച്ച് നമുക്ക് മരിച്ചുപോയ ആൾക്കാരുടെ അവർ മരിച്ച നക്ഷത്രവും തിഥിയും ഒക്കെ നോക്കിയിട്ട് അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ ചെയ്ത് അവരുടെ ആത്മാവിന് ശാന്തി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് അതിവിശേഷമായിട്ടുള്ള ഒരു കാലയളവിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കണം. നമ്മളെല്ലാവരും അത് ഓർത്ത് ഇരിക്കേണ്ട ഒരു വിശേഷപ്പെട്ട സമയമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയണ ഈ 16 ദിവസങ്ങൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക്, അതായത് മംഗളകാര്യങ്ങളായിട്ടുള്ള കല്യാണം, അതുപോലെ ഗൃഹപ്രവേശം, ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ് സംരംഭങ്ങളുടെ സ്റ്റാർട്ടിങ്, ഇതൊക്കെ മാറ്റിവെക്കപ്പെടേണ്ടത് എന്ന് കരുതുന്ന ഹിന്ദു ആചാരപ്രകാരം ഈ കാലയളവ് അതിന് നല്ലതല്ല എന്ന് കണക്കാക്കുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഇത്രയും വിവരം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾക്കതനുസരിച്ച് പിതൃതർപ്പണമൊക്കെ ചെയ്ത് നമ്മളുടെ കുടുംബത്തിന് ഐശ്വര്യവും ശ്രേയസ്സും ഒക്കെ വരാൻ എൻ്റെ ഈ വാക്കുകൾ സഹായിക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.